നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളെല്ലാം കൊണ്ട് പ്രബുദ്ധരാണ്. സാക്ഷരതയിൽ 100%, സംസ്കാരത്തിൽ അതുക്കും മേലെ, പിന്നെ ദൈവത്തിന്റെ സ്വന്തം നാട്. പക്ഷെ മലയാളികൾക്ക് പണത്തോട് ഇത്തിരി ആസക്തി ഇച്ചിരി കൂടുതലാണ്. ആസക്തി ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോ സൈബർ ക്രൈമിന് അല്ലെങ്കിൽ സൈബർ ഫ്രോഡിന്, സൈബർ ഫിനാൻഷ്യൽ തട്ടിപ്പിന് ഏറ്റവും അധികം ഫലഭൂയിഷ്ടമുള്ള മണ്ണായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളം. കേരളം ഇച്ചിരി കൊച്ചതാണെങ്കിലും പക്ഷെ ഇവിടെ നടക്കുന്ന തട്ടിപ്പിന്റെ വലിപ്പം എന്ന് പറയുന്നത് അങ്ങ് കോടികളാണ്. മില്യൺസും കഴിഞ്ഞ് ട്രില്യൺസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും കാശുകാരായ മലയാളികൾ, പൊട്ടന്മാരായ ആർത്തിമൂത്ത പണ്ടാരങ്ങളായ മലയാളികൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതിന് അർത്ഥമാണ് അത് കാണിക്കുന്നത്. അങ്ങ് തൊട്ടിങ്ങ് വരെ, അങ്ങ് തെക്ക് തൊട്ട വടക്ക് വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, പാലക്കാട് വരെ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ്. കാരണം സൈബർ ഫ്രോഡുകൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു, കേരളീയർ എന്ന് പറഞ്ഞാൽ ഈ പൊങ്ങച്ചം മാത്രമാണ് കൊണ്ടു നടക്കുന്ന, ബുദ്ധി തീരെ ഇല്ലാത്തവന്മാരും ആർത്തിപ്പണ്ടാരങ്ങളുമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അധികം മാസക്കണക്കിനാണ്, 100 കണക്കിന് കേസുകൾ, ചെറുതും വലുതുമായിട്ടുള്ള കേസുകളാണ് സൈബർ തട്ടിപ്പിന്റെ പേരിൽ, സൈബർ പണത്തട്ടിപ്പിന്റെ പേരിൽ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റത് സൈബർ ബുള്ളിങ്, സൈബർ കുറ്റകൃത്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ അനുഭവിക്കുന്നത് ഫിനാൻഷ്യൽ തട്ടിപ്പുകളാണ്. പണ്ട് OTP മേടിച്ചും പാസ്വേഡ് ഒട്ടിച്ചും ATM തട്ടിപ്പ് നടത്തിയ ആ ചെറു കള്ളന്മാരിൽ നിന്ന് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ അതുക്കും മേലെയാണ് ഇന്ന് സൈബർ കള്ളന്മാർ. അവരുടെ അടിസ്ഥാന യോഗ്യത കേൾക്കുമ്പോഴാണ് തട്ടിപ്പിന് ഇരയായവർ, അതായത് വേട്ടക്കാരൻ +2കാരനും ഇരയായവർ PhDയും MPhilലും അങ്ങ് തലപ്പത്തിരിക്കുന്ന വിദ്യാഭ്യാസത്തിലെ ഏറ്റവും മുന്തിയ റാങ്കുകൾ കരസ്ഥമാക്കിയ ആൾക്കാരെയൊക്കെയാണ് സൈബർ തട്ടിപ്പിന് ഇരയാക്കുന്നത്. അതിൽ ഏറ്റവും മനോഹരമായ കാര്യം, ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ തുക സൈബർ തട്ടിപ്പിലൂടെ അടിച്ചു മാറ്റിയത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും കൊച്ചു ജില്ലയായ ആലപ്പുഴയിൽ നിന്നാണ്, ചേർത്തലയിൽ നിന്നാണ്. ഏതാണ്ട് 7.5 കോടി രൂപയോളം രണ്ട് ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന്, അതായത് സ്കിൻ കെയർ ക്ലിനിക്ക് നടത്തുന്ന ചേർത്തലയിലെ അതിപ്രശസ്തരായ 2 ഡോക്ടർ ദമ്പതിമാരിൽ നിന്നാണ് 7.5 കോടി, ഏതാണ്ട് 7 കോടി രൂപയോളം ഏതാണ്ട് തട്ടിപ്പുകാര് അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. എത്രമാത്രം പൈസ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അതൊരു കഥ മാത്രമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കൊച്ചു കേരളമേ, അവനവന് ജോലിയുണ്ട്, അത്യാവശ്യം പൈസയുണ്ട്, ഈ സമ്പാദ്യങ്ങളൊക്കെ ഒരു പിച്ചക്കാരൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ വാതിക്കലിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ വാതിക്കൽ വന്നുള്ള ആട്ടിപ്പായിക്കുന്ന മലയാളികളാണ് ഇപ്പൊ കൂടുതലും പേടിച്ചിട്ട് തന്നെയാണ്. എന്നിരുന്നാൽ പോലും അങ്ങനെ കാണിക്കാത്ത മല്ലി എന്തിനാണ് ഈ ഇരട്ടിപ്പിന് പോയിട്ടാണ് ഒരിക്കലും ഈ ഫ്രോഡുകാര് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ മലയാളികളെ അവര് വീക്ഷിക്കുമ്പോൾ കാണുന്നത് മലയാളികൾക്ക് വെറുതെ എന്തും കിട്ടണം. നമ്മളിപ്പോ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം, ആദ്യം ഇവർ തരാൻ പോകുന്ന ഒരു വാട്സപ്പ് ചാറ്റിലൂടെ ഹായ് പറഞ്ഞു വരും, നിങ്ങൾ ഫ്രീ ആണോ, ഫ്രീ ആണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് തരട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മൈൻഡ് ചെയ്തില്ല, നമ്മൾ എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന രീതിയിലായിരിക്കും ഇവർ വരുന്നത്. അതിനുശേഷം പിന്നെയും അടുത്ത മെസ്സേജുകൾ ഉടനെ നമ്മൾ ചെയ്യുന്നു, ശരി ഒരു ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾക്ക് 150 രൂപ തരാം. ഉടനെ നമ്മൾ അതിൽ കയറി ക്ലിക്ക് ചെയ്യാം. 150 രൂപയുടെ കാര്യമുള്ളൂ, വന്നാലും പോയാലും 150 എന്നും പറഞ്ഞ മലയാളികൾ ചാടി അതിനോട്ട് വീഴുന്നു. അതിനുശേഷം നേരെ ആ ലിങ്ക് ടെലഗ്രാമിലേക്ക് എന്ന് പറഞ്ഞ ടെലഗ്രാം ലിങ്കിലേക്ക് പോകുന്നു. ടെലഗ്രാമിൽ ഒരു ലേഡി എന്ന പേരിലായിരിക്കും അവരുടെ ഐക്കൺ കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. അവർ നമ്മുടെ ഏജും ബാങ്ക് അക്കൗണ്ടും എല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നു. ടാസ്ക് നമുക്ക് തരുന്നു. നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുന്നു. 150 രൂപ വരെ നമുക്ക് തരുന്നു. അതിനുശേഷം ഒരു 3-4 വർക്കുകൾ, ഒരു 10-300 രൂപ കിട്ടി കഴിയുമ്പോൾ അവർ പറയും അടുത്ത ടാസ്ക് ചെയ്യണമെങ്കിൽ 5 ടാസ്ക് ചെയ്യണമെന്ന് പറയും. 4ാമത്തെ ടാസ്ക്, 5ാമത്തെ ടാസ്കിലേക്ക് അവർ പറയും നിങ്ങൾ ഒരു 1000 രൂപ അടച്ചാൽ 1300 രൂപ തിരിച്ചു തരാന്ന് പറയും. മണ്ടന്മാരായ നമ്മൾ അങ്ങോട്ട് വീഴും. മണ്ടന്മാരെന്ന് പറയാൻ പറ്റത്തില്ല, ആർത്തിപ്പണ്ടാരങ്ങൾ എന്ന് മാത്രമേ മലയാളികളെ അക്കാര്യത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇത്രയും ഓരോ ബാങ്കുകൾ പോലും വിളിച്ചും ചെല്ലുമ്പോഴും കൃത്യമായ മെസ്സേജുകൾ അയച്ചും പറ്റിക്കലുണ്ട്. ഇപ്പോൾ ഫ്രോഡുകളാണ് നടക്കുന്നത്. എന്തിനാ ലേറ്റസ്റ്റ് ആയി നമ്മുടെ നടന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ജെറി അമൽദേവ്, നമ്മുടെ പഴയ മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവിനെയും ഇതുപോലെ പറ്റിക്കപ്പെടാൻ അദ്ദേഹം അതിന്റെ വക്കിലോളം എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ ബാങ്ക് മാനേജറുടെ അതിബുദ്ധിപരമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ 3 ലക്ഷത്തിനടുത്ത് രൂപ, ഏതാണ്ട് 2.5 ലക്ഷം രൂപയോളം അടുത്ത് പോകാതെ. അത് പുതിയ നയമെന്ന് പറഞ്ഞാൽ ക്രൈം, നിങ്ങളെ ക്രൈമിന്റെ പേരിൽ, അതായത് ഡിജിറ്റൽ ക്രൈം നടത്തിയ, സൈബർ ക്രൈം നടത്തിയതിന്റെ പേരിൽ നിങ്ങളെ പിടിക്കപ്പെട്ടിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതിനടക്കാൻ വേണ്ടിയിട്ട്, ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും തുക കെട്ടിവെക്കണം. അദ്ദേഹത്തിന് എന്തറിയാം? അദ്ദേഹം ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം നാണക്കേടാണ്. ആ ബ്രാഞ്ച് മാനേജർ, ഫെഡറൽ ബാങ്കിന്റെ മാനേജർ, ഒരു ലേഡി മാനേജർ ആയിരുന്നു.
അവർക്ക് ഇദ്ദേഹത്തിന്റെ ഇത്രയും വലിയ തുക ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു പേപ്പറിൽ കാര്യങ്ങൾ എഴുതി കൊടുത്തു. അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഇത്രയും പ്രായമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാനാണ്? അദ്ദേഹം ആകെ ഭയന്നു പോയിരുന്നു. പക്ഷെ അവര് ഒരു ഉചിതമായ ഇടപെടൽ നടത്തി. ആ ബാങ്ക് മാനേജർ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ കപ്പിനും ചുണ്ടിനും ഇടയിൽ വേട്ടക്കാർക്ക് ട്രോഫി നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ജെറി ആമൽദേവ് സാറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് കിട്ടാതെ പോയൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് മാനേജറുടെ ബുദ്ധിപരമായ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ആ സൈബർ അറ്റാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ സൈബർ ഫ്രോഡിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ, എന്തിന് നമ്മുടെ തലപ്പത്തിരിക്കുന്ന പള്ളി അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് പിന്നെ PhD എടുത്ത് എന്തിന് ലോയർമാരുടെ കയ്യിൽ നിന്ന് വരെയും ലക്ഷക്കണക്കിന് രൂപ എല്ലാം നടക്കുന്നത് സെൻസെക്സ്, നിഫ്റ്റി, അങ്ങനെ ഇങ്ങനെ, അതായത് ഇതിലൊക്കെ അവർക്ക് മ്യൂച്വൽ ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കാം, ഫണ്ട് ഇരട്ടിപ്പിച്ചു കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മലയാളികളെ ഇതെല്ലാം പറഞ്ഞ് പളപളക്കുന്ന നോട്ടിരട്ടിപ്പ്, അതായത് 100 രൂപ ഇട്ടാൽ 200 കൊടുക്കാം, 200 ഇട്ടാൽ 400, 400 ഇട്ടാൽ പിന്നെ 800, പിന്നെ അത് 1000 ആയി, 1000 പിന്നെ 10000 മാറുന്നു, പിന്നെ രണ്ടും കൽപ്പിച്ച് 2 ലക്ഷം ഇട്ട് കൊടുക്കും. ഇതെല്ലാം പല പല അക്കൗണ്ടുകളിൽ നിന്നാണ്. ഈ ഡോക്ടർ ദമ്പതിമാരുടെ തട്ടിപ്പിന് പിന്നിലുണ്ടായ ഒരു ഉത്തരേന്ത്യക്കാരനായിരുന്നു. അവനെ പിടിച്ചപ്പോൾ അവന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് വെറും +2 മാത്രമാണ്. അവന്റെ കമ്പ്യൂട്ടറുകളിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത ഉദ്യോഗ സംഘം ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. കാരണം അവൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സൈബർ സെല്ലിനേക്കാളും അതിനൂതനമായ കാര്യങ്ങളാണ് അവന്റെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത് എന്നുള്ള കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപകമായ ശൃംഖലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ നമ്മുടെ ഒരു സുഹൃത്തിനോട് ഒരു ഇതുപോലെ വന്ന ടെലഗ്രാം ചാറ്റിൽ അവൻ ഇതുപോലെ സൈബർ ഫ്രോഡിന് ഇരയാകാതിരിക്കാൻ അവനൊരു ബുദ്ധി പ്രയോഗിച്ചു. അവന്റെ കൂട്ടുകാരനായ ഈ സൈബർ ഫ്രോഡിന്റെ ശൃംഖല ലോകത്ത് ആഫ്രിക്ക, അമേരിക്ക, അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത പല പല ദൂര സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയിലേക്കുള്ള ഇവരുടെ കോളുകളും ഇവരുടെ കണക്ഷൻസും എല്ലാം വരുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ സൈബർ തട്ടിപ്പിനേറ്റ് 7.5 കോടിയുടെ തട്ടിപ്പിനിരയായ ദമ്പതികളെ തട്ടിപ്പിന് ഇരയാക്കിയവനെ പിടിച്ചപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് ഇവന് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം 1 കോടിക്ക് 50,000 രൂപ വെച്ചാണ് ഇവന് കൊടുക്കാനുള്ള ആ ഒരു കണക്കിലാണ് ഇവൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം. ഇത് ചെയ്യുന്നത് മറ്റു പല ബാങ്കുകളിലെയും അക്കൗണ്ടുകളിൽ നിന്ന് പണം ലൂട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കിട്ടുന്ന അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ആധാർ കാർഡും മറ്റു അക്കൗണ്ട് നമ്പറും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, പിന്നെ അവർക്ക് സുഖമായിട്ട് അക്കൗണ്ട് നമ്പറിൽ നിന്ന് പൈസ പിൻവലിക്കാം. ഇപ്പോ വേറെ രീതി എന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നത് പാഴ്സൽ കൊണ്ട് എത്തിച്ചിട്ട് അതിന്റെ പേരിൽ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പാഴ്സൽ തട്ടിപ്പ്, പാഴ്സലിന്റെ പേരിൽ ആൾക്കാരിൽ നിന്ന് പൈസ മേടിക്കുക എന്ന രീതിയായിരുന്നു. അതിനുശേഷമാണ് ഓഹരി വിപണിയിലേക്ക്. തീർച്ചയായിട്ടും 2 പേരിൽ നിന്നാണ് ചേർത്തലയിൽ നിന്ന് പോയത്. ഒന്ന് 7.5 കോടി രൂപയുടെ കേസും പിന്നെ ഒരു വ്യാപാരിയിൽ നിന്ന് 65 ലക്ഷം രൂപയും ചേർത്തലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൈബർ ഫിനാൻഷ്യൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്, സൈബർ ഫ്രോഡ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 7.5 കോടി രൂപയോളമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കാരണക്കാരനായവരെ, മഹാരാഷ്ട്രക്കാരനായവരെ എത്രയും പെട്ടെന്ന് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവന്റെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നത്. +2 കാരനാണ്, വെറും +2 യോഗ്യതയുള്ള ഒരുത്തനാണ്. അവന്റെ ശൃംഖല എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. മലയാളികൾക്ക് ഇപ്പോഴും അവർക്ക് പൈസ ഇരട്ടിപ്പിക്കുക, വഴിയിൽ ഒരു 100 രൂപ കിട്ടിയാൽ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന 100 രൂപയെക്കാളും ഭയങ്കര ആനന്ദമാണ് മലയാളികൾക്ക്. അതെനിക്ക് മലയാളികൾക്കാണോ എല്ലാ മനുഷ്യർക്കും അതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും വെറുതെ കിട്ടുന്നത് എന്തും, അത് വിഷമായാലും മധുരമായാലും കയ്പായാലും തിന്നുക എന്നത് മലയാളിയുടെ ഒരു ദുശീലമായി പോയി. അത് മാറിയില്ലെങ്കിൽ മലയാളമേ, കേരളമേ, നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ആഫ്രിക്കയിലോ വല്ല നിക്കരാഗയിലോ ഈജിപ്തിലോ ഒക്കെ ഇരിക്കുന്ന കള്ളന്മാർ തിന്നുകൊണ്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലെ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഇരയാകുന്നവരെ അതിവിദ്യാഭ്യാസ സമ്പന്നരുമാണ് എന്ന കാര്യമാണ് അതിൽ ഏറ്റവും വലിയ ലജ്ജിപ്പിക്കുന്നത്. ഇത്രയും വാർത്തകൾ വരുന്ന ഈ ലോകത്ത് സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് വാർത്തകൾ, ടിവിയിലൂടെ ലൈവ് വാർത്തകൾ, എല്ലാ വാർത്തകളും വിരൽ തുമ്പിൽ അപ്ഡേറ്റഡ് ആയി കിട്ടുന്ന ഈ കാലത്ത് ഇപ്പോഴും ഇത്രയും വലിയ വലിയ തുകകൾ ഇരട്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചിന്തയും ഇല്ലാതെ അതിന്റെ ബിഹൈൻഡിൽ എന്തെല്ലാം അഫിലിയേഷൻ ഉണ്ട്, അത് കേന്ദ്ര സർക്കാരുമായിട്ട് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണോ എന്നൊന്നും ചിന്തിക്കാതെ ഈ ഡോക്ടർമാരും അഡ്വക്കേറ്റുമാരും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇങ്ങനെ തുടങ്ങിയാൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ്? സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പണമിടപാടുകളെല്ലാം തട്ടിപ്പിരിയായിരിക്കുന്നത് കൂടുതലും ഹൈറാർക്കിയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, ഉയർന്ന റാങ്കിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ.
നമ്മൾ ആ കേസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആർത്തി? നിങ്ങൾക്ക് നല്ല ഉദ്യോഗമുണ്ട്, അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ല ജീവിത സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങളൊരു ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചതിന്റെ ആ കഷ്ടപ്പാട്, ആ പ്രായം, ഇതെല്ലാമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങളെ അറിയാത്ത, നിങ്ങൾക്ക് ഒരു തരത്തിലും തിരിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. ഇപ്പോഴുള്ള നമ്മുടെ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടിയേക്കാം. എന്നാലും അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്ക് ഇപ്പോഴും പറയുക സാധ്യമല്ല. എന്നിരുന്നാലും മലയാളികളോട് പറയാനുള്ളത് ഒന്നുമാത്രം, ദയവ് ചെയ്ത് ഈ ആർത്തി നിർത്തുക, നന്നായി സമ്പാദിച്ച് ജീവിക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള പൈസ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും. ആൾക്കാരെ പിഴിയാതെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ട്, അവനവന്റെ വിയർപ്പിന്റെ അപ്പം കൊണ്ട് അന്നം കഴിക്കാൻ മഹത്തരമായ നമ്മുടെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ വലിയ സ്വാമിമാരും സന്യാസിമാരും ഒന്നും ആയില്ലെങ്കിലും ഒരു നല്ല ബുദ്ധിയുള്ള മലയാളിയായിട്ട്, മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കൂ. നന്ദി.